നമ്മളുടെ രാജ്യത്ത് പ്രതിപക്ഷ നിരയിലുള്ള BJP വിരുദ്ധരായ നേതാക്കളെ മുഴുവൻ കേന്ദ്ര സർക്കാർ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് വേട്ടയാടുകയാണ്. പിണറായി വിജയൻ്റെ വീട്ടിലും അദ്ദേഹത്തിൻ്റെ കണ്ണൂരിലെ സ്വഗ്രഹത്തിലും മുഹമ്മദ് റിയാസിൻ്റെ വീട്ടിലുമെല്ലാമായി ഇന്ന് രാവിലെ മുതൽ റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉദ്യോഗസ്ഥന്മാർക്ക് എഴുതിക്കൊടുത്ത് പോകേണ്ട ഒരു ദുരവസ്ഥ നമ്മളുടെ സംസ്ഥാനത്ത് ഉണ്ടായി എന്നുള്ളതാണ് ഈ റെയ്ഡിൻ്റെ ബാക്കി പത്രം എന്ന് സാന്ദർഭികമായി ഞാൻ സൂചിപ്പിക്കുകയാണ്. ഡൽഹിയിൽ 3 തവണ മുഖ്യമന്ത്രിയായ അരവിന്ദ് കെജ്രിവാളിനെ കള്ളക്കേസുണ്ടാക്കി ഇഡിക്ക് വേട്ടയാടാൻ അവസരമൊരുക്കി കൊടുത്തത് കോൺഗ്രസ്സാണ്. കോൺഗ്രസിൻ്റെ പരാതിയിന്മേലാണ് അദ്ദേഹത്തിനെതിരായിട്ട് ED അന്വേഷണം ആരംഭിച്ചതും അദ്ദേഹത്തെ ആഴ്ചകളോളം മാസങ്ങളോളം ജയിലിലടക്കുകയും ചെയ്തത്. ബംഗാളിൽ മമതാ ബാനർജിക്കെതിരായിട്ടും ED വളരെ ശക്തമായിട്ടുള്ള നീക്കം നീങ്ങിയത് നമുക്കറിയാം. BJP വിരുദ്ധരായിട്ടുള്ള RSSനെതിരായി സംസാരിക്കുന്ന നേതാക്കളെ മുഴുവൻ അഴിക്കുള്ളിലാക്കുക എന്നുള്ളതാണ് BJP ലക്ഷ്യം വെക്കുന്നത്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ സഖാവ് പിണറായി വിജയനെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കെ തന്നെ വേട്ടയാടാനുള്ള നിരവധി ശ്രമങ്ങൾ EDയുടെ ഭാഗത്തു നിന്നും കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. അതിലൊന്നും ഒരു തുരുമ്പും അവർക്ക് കിട്ടിയില്ല എന്നുള്ളത് കൊണ്ടാണ് അന്ന് അതിനവർ മുതിരാതിരുന്നത്. അതിനുശേഷം 10 വർഷം മുഖ്യമന്ത്രിയായതിനു ശേഷം പ്രതിപക്ഷ നേതാവായി അദ്ദേഹം സ്ഥാനമേറ്റെടുത്തപ്പോഴാണ് വീണ്ടും ഒന്ന് അദ്ദേഹത്തിനെതിരായിട്ട് പടക്കിറങ്ങാമെന്ന് ED തീരുമാനിക്കുന്നത്. ഇന്നലെയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി VD സതീശനും ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിൽ കൂടിക്കാഴ്ച നടന്നത്. ആ കൂടിക്കാഴ്ച നടന്ന് മണിക്കൂറുകൾ കഴിയുന്നതിന് മുൻപ് ഇന്ന് പുലർച്ചെ 6 മണിക്ക് ED ഉദ്യോഗസ്ഥന്മാർ ആരെയും അറിയിക്കാതെ പല സ്ഥലങ്ങളിലായി ഇരച്ചെത്തി പരിശോധനകൾ നടത്തി. സാധാരണ പരിശോധന നടത്തിയാൽ എന്തെങ്കിലും ഒരു തെളിവ് അവർക്ക് ലഭിക്കും. എന്താണ് മുൻ മുഖ്യമന്ത്രിയുടെ വീട്ടിൽ നിന്ന്, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിൻ്റെ വീടുകളിൽ നിന്ന്, അദ്ദേഹത്തിൻ്റെ മരുമകൻ്റെ വീട്ടിൽ നിന്ന് അവർക്ക് തെളിവായിട്ട് കിട്ടിയത് എന്നുള്ള കാര്യം ഈ നാട്ടിലെ ജനങ്ങളോട് പറയാൻ അവർ ബാധ്യസ്ഥരാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയോട് ചോദിച്ച ഒരു ചോദ്യം ഇത്തരുണത്തിൽ നമുക്ക് ഓർമ്മ വരികയാണ്. അദ്ദേഹം പറഞ്ഞത്, എന്തുകൊണ്ടാണ് പിണറായിയുടെ വീട്, മുഖ്യമന്ത്രിയുടെ വീട് റെയ്ഡ് ചെയ്യാത്തത്? എന്തുകൊണ്ടാണ് ED കേസെടുക്കാത്തത്? ED അല്ല, ഈ രാജ്യത്തുള്ള മുഴുവൻ അന്വേഷണ ഏജൻസികൾ വന്നാലും കുറ്റം ചെയ്യാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു ഭയപ്പാടിൻ്റെയും പ്രശ്നം ഉദിക്കുന്നില്ല. അതുകൊണ്ടാണ് വളരെ ശാന്തമായി ഈ അന്വേഷണങ്ങളോട് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ്, കേരളത്തിൻ്റെ നീണ്ട 10 വർഷക്കാലത്തെ മുഖ്യമന്ത്രി പ്രതികരിച്ചത്. എന്തെങ്കിലും ഒരു തുമ്പ് ഉണ്ടായിരുന്നു എങ്കിൽ അത് ഇതിനകം തന്നെ എല്ലാ മാധ്യമങ്ങളിലും, എല്ലാ ദൃശ്യമാധ്യമങ്ങളിലും ഫ്ലാഷ് ന്യൂസായിട്ട് വരുമായിരുന്നു. സാധാരണ രീതിയിൽ റെയ്ഡ് നടത്തിയാൽ പണമെങ്കിലും പിടിച്ചെടുക്കാറുണ്ട്. അങ്ങനെ 10 വർഷം മുഖ്യമന്ത്രിയായ ഒരാളുടെ വീട്ടിൽ നിന്ന്, ഇപ്പോൾ പ്രതിപക്ഷ നേതാവായിട്ടുള്ള പിണറായി വിജയൻ്റെ വീട്ടിൽ നിന്ന് അതിനുപോലും സാധ്യമാകാതെ ഇളിമ്പ്യരായിട്ടാണ് ED ഉദ്യോഗസ്ഥന്മാർ മടങ്ങിയത് എന്ന് പത്രമാധ്യമങ്ങളിലൂടെ, ദൃശ്യമാധ്യമങ്ങളിലൂടെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ, CPIM-നെ, ഇടതുപക്ഷത്തെ, പിണറായി വിജയനെ ദുർബലമാക്കാൻ, തകർക്കാൻ ശ്രമിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങളോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട്
നമ്മളുടെ സംസ്ഥാനത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഡൽഹിയിൽ ഇഡിയുടെ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് ഉൾപ്പെടെ CPIMന്റെ നേതാക്കന്മാരും പ്രവർത്തകന്മാരും മാർച്ച് നടത്തുകയുണ്ടായി. അതിനോടെല്ലാം അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ടാണ്, ആ പ്രതിഷേധത്തിൽ പങ്കുചേർന്നുകൊണ്ടാണ് വളാഞ്ചേരിയിലും വളരെ പെട്ടെന്ന് വിളിച്ചു ചേർത്ത ഈ പ്രകടനം നടന്നതും ഇതിൽ നമ്മളുടെ സഖാക്കൾ പങ്കെടുത്തതും. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കെതിരായി, CPIMനെതിരായി വളരെ ശക്തമായിട്ടുള്ള ഇത്തരം നീക്കങ്ങൾ നമ്മൾ ഇനിയും പ്രതീക്ഷിക്കണം. അത്തരം ഘട്ടങ്ങളിലൊക്കെ തന്നെ പതറാതെ പോരാട്ട വീതിയിൽ അടിയുറച്ചു നിന്നുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകണമെന്ന് ഉണർത്തിക്കൊണ്ട്, ഇത് സമരത്തിൻ്റെ തുടക്കം മാത്രമാണ്, ഇനി കിടക്കുന്നത് സമരങ്ങളുടെ പരമ്പരകളാണ് എന്ന് ആവർത്തിച്ചുകൊണ്ട് ഈ സമരത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.